ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഏവർക്കും ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഡിവൈൻ വോയിസ് ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ഉദാഹരണങ്ങൾ. അതിലേതാനും ചില ഉദാഹരണങ്ങളിലൂടെ ഈ ശുശ്രൂഷയിൽ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഒരു സന്ദർഭവും സാഹചര്യവും അതിതാണ്. ഈശോ തോണിയിലുണ്ടായിരുന്നിട്ടും തോണിയിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ മുഴുവൻ അസ്വസ്ഥപ്പെട്ട ഒരു സന്ദർഭം, സാഹചര്യം. തോണിയിൽ ഈശോയോടൊപ്പം മറുകരയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു ശിഷ്യന്മാർ. ഇപ്പോൾ ഈശോ തോണിയിലുണ്ടായിരുന്നിട്ടും തോണി ഉലയുകയാണ്. തോണിയിൽ കാറ്റ് വീശുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു, തോണി ഉലയുന്നു, തിരമാലകൾ തോണിയിലേക്ക് ആഞ്ഞടിച്ച് കയറുന്നു, തോണിയിൽ വെള്ളം കയറുന്നു. ഈ 3-4 കാര്യങ്ങൾ മൂലം ശിഷ്യന്മാരെല്ലാം അസ്വസ്ഥരാവുകയാണ്. അസ്വസ്ഥരാകുമ്പോൾ അവർ ഉറക്കെ നിലവിളിച്ച് അപേക്ഷിക്കുന്നുണ്ട്, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഇപ്പോൾ ഈശോ ഉടനെ ഇടപെടുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്ന വിഷയത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തേ തോണിയിലേക്ക് വെള്ളം ആഞ്ഞടിച്ച് കയറി, അല്ലെങ്കിൽ തോണി കാറ്റത്തൊലയേണ്ടി വന്നു, അസ്വസ്ഥമായ പ്രകൃതിയുടെ പ്രതിഭാസം അവിടെ ഉണ്ടാകേണ്ടി വന്നു. ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്നൊരു ചോദ്യമാണ്. ഇതുപോലെ കുറേ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സമാനമായിട്ടുള്ള മറ്റൊരു അനുഭവം മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണും. ഈശോ ജനത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു തനിക്ക് മുമ്പേ മറുകരയ്ക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ തോണിയിൽ കയറി യാത്ര ചെയ്യുകയാണ്. മറുകരയ്ക്ക് പോകാൻ നിർബന്ധിച്ചതിൻ്റെ പേരിൽ അവർ പോവുകയാണ്. പോകുമ്പോൾ കാറ്റ് മുമ്പത്തെ പോലെ തന്നെ കാറ്റ് പ്രതികൂലമായ സന്ദർഭത്തിൽ തോണി ഒലയാൻ തുടങ്ങി. 4-ാം യാമത്തിൽ, രാത്രിയുടെ 4-ാം യാമത്തിൽ ഈശോ വെള്ളത്തിന് മീതെ നടന്ന് ശിഷ്യന്മാരുടെ പക്കലേക്ക്, അല്ലെങ്കിൽ തോണി സഞ്ചരിച്ച അടുത്തേക്ക് വരികയാണ്. ഈശോ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് തിരിച്ചറിഞ്ഞു, എന്തോ കടന്നു വരുന്നു മുന്നിൽ. അവരെല്ലാം കൂടെ സഹശിഷ്യരോട് ചേർന്ന് ഇത് ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഈശോ ഇടപെടുകയാണ്. ഈശോ പറഞ്ഞു, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. ഉടനെ പത്രോസ്, ശിഷ്യരിലെ പ്രമുഖനായ പത്രോസ് ഈശോയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈശോയോട് ചോദിച്ചു, കർത്താവേ, അത് അങ്ങാണെങ്കിൽ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വെള്ളത്തിന് മീതെ നടന്നു വരാനായിട്ട് പറയുമോ? അപ്പോൾ ഈശോ അത് കൽപ്പിച്ചു. അവനോട് പറഞ്ഞു, വരാനായിട്ട് ആവശ്യപ്പെട്ടു, കൽപ്പിച്ചു എന്നാണ് തിരുവചനം പറയുക. അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഒപ്പം ഇരുന്ന അവൻ ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ ഈശോയുടെ പക്കലേക്ക് നടക്കാനായിട്ട് ആദ്യ ചുവട് വെച്ചു. ആദ്യ ചുവട് വയ്ക്കുമ്പോൾ തന്നെ പത്രോസ് താഴാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ തന്നെ അവൻ നിലവിളിച്ചു. താഴാനായിട്ട് തുടങ്ങിയത് നിലവിളിച്ചു. ഈശോ കൈക്ക് പിടിക്കുന്നൊക്കെ ഉള്ള രംഗങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്തേ ഈശോ അടുത്തുണ്ടായിട്ടും അവൻ്റെ കാലുകൾ താന്നു? എന്തേ ഈശോ അടുത്തുണ്ടായിട്ടും അവൻ്റെ കാലുകൾ വെള്ളത്തിൽ താണു? മറ്റൊരു ചോദ്യമാണ്. ഈശോ കൂടെ അടുത്തുണ്ടായിരുന്നിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവം? ഒരുപക്ഷെ സഹനങ്ങളായിരിക്കാം, ദുഃഖങ്ങളാകാം, ദുരിതങ്ങളാകാം, വേദനകളാകാം, നൊമ്പരങ്ങളാകാം, അസ്വസ്ഥതകളാകാം, പ്രശ്നങ്ങളാകാം, പ്രതിസന്ധികളാകാം, പ്രലോഭനങ്ങളാകാം, അതുപോലെ ബാധ്യതകളാകാം, ചില ഇല്ലായ്മകളാകാം, ചില പോരായ്മകളാകാം, ചില തടസ്സങ്ങളാകാം, ചില പരാജയങ്ങളാകാം. ഇതൊക്കെ എന്തേ ഈശോ അടുത്തുണ്ടായിരുന്നിട്ടും, ആദ്യത്തെ അനുഭവം ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ട്, രണ്ടാമത്തെ അനുഭവം ഈശോ അടുത്തുണ്ടായിരുന്നിട്ട് എന്തേ ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഒന്നല്ല പല ആവർത്തി ചോദിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഒന്ന് പിന്നോട്ട് തിരിഞ്ഞൊന്ന് പരിശോധിച്ചാൽ ഇഷ്ടംപോലെ, ഒരുപക്ഷെ എണ്ണമറ്റ വിധം ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ടാകും. മുന്നോട്ട് മുമ്പ് നമ്മൾ വീണ്ടും കാണും.
പഴയ നിയമത്തിലേക്കൊന്ന് പോകാം. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും മൂന്ന് ബാലന്മാർ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ജീവിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും. അപ്പോൾ ഇവർ നേരെ ചൊവ്വെ ജീവിച്ചിട്ടും, അവരെ കർത്താവിനെ സ്തുതിച്ച് ജീവിച്ചിട്ടും, കർത്താവിൻ്റെ വഴിയിലൂടെ നടന്ന് ജീവിച്ചിട്ടും അവരെ പിടിച്ച് തീച്ചൂളയിലിടുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് 3-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്തേ അത്ര നല്ല ജീവിതം ജീവിച്ചിട്ടും അവർ തീച്ചൂളയിൽ എറിയപ്പെട്ടു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പിടിച്ചു മാറ്റി നിർത്തി എന്നുള്ളതല്ല, തീച്ചൂളയിൽ എറിയപ്പെടുക, കൊല്ലാൻ വേണ്ടി തീച്ചൂളയിൽ എറിയപ്പെടുകയാണ്. മറ്റൊരു ഉദാഹരണം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ മനസ്സിലാകും. അതിതാണ് ദാനിയേൽ പ്രവാചകൻ കെട്ടിടത്തിൻ്റെ മട്ടുപ്പാവിലിരുന്ന് ദിവസത്തിൽ 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച്, പ്രാർത്ഥനയിലൂടെ ബന്ധം സ്ഥാപിച്ച് ജീവിച്ചിരുന്ന ദാനിയേൽ പ്രവാചകനെ പിടിച്ച് സിംഹത്തിൻ്റെ കുഴിയിലിടുകയാണ്. ഇതാണ് ദൈവത്തിന് വേണ്ടി ജീവിച്ച പ്രവാചകനാണ്. എന്നിട്ടും എന്തേ തീച്ചൂളയിൽ അനുഭവപ്പെട്ട അനുഭവം ബാലന്മാർക്ക്, അതുപോലെ സിംഹക്കുഴിയിൽ ഇടപെടേണ്ടി വന്ന ദാനിയേൽ പ്രവാചകൻ്റെ ചിത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയൊക്കെ കർത്താവുമായിട്ടുള്ള ബന്ധം സൂക്ഷിച്ചിട്ടും സംഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യം. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും ആരോപണങ്ങൾക്ക് വിധേയനായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു ജോസഫിൻ്റെ ചിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും. അവസാന അധ്യായങ്ങൾ 36, 37, 38, 39 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളവിടെ കാണും. അപ്പോൾ ജോസഫ് നല്ല മനുഷ്യനായിരുന്നു. ഒന്ന് സഹോദരങ്ങളാൽ അകറ്റപ്പെട്ട്, അവർ അസൂയ മൂലം അവരാൽ അകറ്റപ്പെട്ട് കുഴിയിലടപ്പെട്ടു, പിന്നീട് എടുത്ത് വിൽക്കപ്പെട്ട് അങ്ങനെ ഫറവോയുടെ അടുത്തെത്തിയതാണ്, ഈജിപ്തിലെത്തിയതാണ്. എന്നിട്ട് ഫറവോ എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചിട്ടും ഒരു ഫറവോയുടെ ഭാര്യയുടെ പ്രത്യേകതകളും അല്ലെങ്കിൽ ഇടപെടലുകൾ മൂലം അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. നന്നായിട്ട് ജീവിച്ചിട്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടും നന്മ ചെയ്തിട്ടും നല്ലത് പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു ദുരനുഭവം, ഒരു കാരാഗ്രഹ അനുഭവം ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്നത് എന്നുള്ളത് നമ്മളും പ്രിയപ്പെട്ടവരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. മറ്റൊരു അനുഭവം ഈശോ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണും കൂടെ നടന്നിട്ടും ഭക്ഷണം കിട്ടാത്ത വിശന്ന് വലഞ്ഞു കഴിഞ്ഞപ്പോൾ, ഒന്നാമത് ഈശോയുടെ കൂടെയാണ് നടന്നത്, അപ്പോൾ അവർക്ക് അതുപോലെ വിശന്നു. കൂടെ കർത്താവ് ഉണ്ടായിരുന്നിട്ടും വിശപ്പ്. 2, വിശന്ന് വലഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തതെന്താ? കതിരുകൾ വയലിലൂടെ കടന്നു പോയപ്പോൾ ഗോതമ്പ് കതിരുകൾ പറിച്ച് കയ്യിലിട്ട് തിരുമ്മി അവർ ഭക്ഷിക്കുകയാണ്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നിട്ടും ഇതുപോലെയുള്ളൊരു വിശപ്പിൻ്റെ അനുഭവം ജീവിതത്തിലുണ്ടായി. ഇത് നമ്മളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. അതുപോലെ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ ഉള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണും വിശുദ്ധ പൗലോസ്ലീഹ കർത്താവിന് വേണ്ടി അന്ന് കുതിരപ്പുറത്തുനിന്ന് വീണ് കർത്താവ് പൊക്കിയെടുത്ത് ഉയർത്തി അവനെ വചനം പ്രഘോഷിക്കാൻ പ്രാപ്തനാക്കി വിട്ടിട്ട് അവൻ ആ കർത്താവിന് വേണ്ടിയിട്ട് ജീവനും ജീവിതവും എല്ലാം ഒഴിഞ്ഞു വെച്ച് വിവിധ സ്ഥലങ്ങളിലും നാടുകളിലുമെല്ലാം വചനം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സന്ദർഭത്തിലും 29 തരത്തിലുള്ള സഹനങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്ന പൗലോസ്ലീഹ തൻ്റെ ആ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചേക്കുന്നതാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 11-ാമത്തെ അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ജീവിച്ചിട്ടും അവന് വേണ്ടി വാദിച്ചിട്ടും അവന് വേണ്ടി പ്രവർത്തിച്ചിട്ടും സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടും ഇങ്ങനെ ഒരു അനുഭവം 29 തരത്തിലുള്ള സഹനാനുഭവങ്ങൾ കടന്നു വന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കടന്നു വരുന്നത്? പ്രിയമുള്ളവരെ, 29 തരം പൗലോസ്ലീഹയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ 1-2 അനുഭവങ്ങൾ, ഒരുപക്ഷെ ചില സഹനങ്ങൾ, ചില രോഗങ്ങൾ മാത്രം വരുമ്പോൾ തന്നെ നമ്മൾ കിടന്ന് എത്രയോ കഷ്ടപ്പെടുന്നുണ്ട്. എനിക്കിങ്ങനെ, ഞങ്ങൾക്കിങ്ങനെ, എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ച് സന്നിധിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരല്ല വ്യക്തികൾ മറ്റുള്ളവരോടൊക്കെ പങ്കുവെക്കുന്നത് പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ അവിടെ മറ്റൊരു ഉദാഹരണം കാണുന്നുണ്ട്. ഇതൊരു അമ്മയും 7 മക്കളും. അപ്പോൾ അവർ മുഴുവൻ പേരും 7 പേരും ദാരുണമായിട്ടുള്ള മരണത്തിന് കീഴടങ്ങുകയാണ്. നിഷിദ്ധ ഭക്ഷണം കഴിക്കാനായിട്ട് രാജാവ് നിർബന്ധിച്ചതിൻ്റെ പേരിൽ നിഷിദ്ധ ഭക്ഷണം ആയ അന്നത്തെ പശ്ചാത്തലത്തിൽ പന്നിമാംസമാണ്. അത് കഴിക്കില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ 7 പേര്, അമ്മയും
8 പേര്, 7 മക്കളും അമ്മയും ദാരുണമായിട്ട് വധിക്കപ്പെടേണ്ടി വന്ന സന്ദർഭത്തെക്കുറിച്ച് മക്കമാരുടെ 2-ാം പുസ്തകം 7-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. കൃത്യത കിട്ടും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾക്കും ഉത്തരമില്ലാത്ത ജീവിതങ്ങളായിട്ട് അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പലപ്പോഴും. പ്രിയമുള്ളവരെ, ആദ്യത്തെ മകനെ പിടിച്ചിട്ട് കൊല്ലാനായിട്ട് കൊണ്ടുപോകും, അതിദാരുണമായ പീഡകൾ നൽകുന്നുണ്ട്, കഠിനമായ പീഡകൾ നൽകുന്നു, നീചമായ പീഡനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അമ്മ ശക്തിപ്പെടുത്തുകയാണ്. ഈ മക്കൾ ഓരോരുത്തരും ഒന്നഴിയാതെ 7 പേരെ ഇതുപോലെ നീചമായ പീഡനങ്ങൾക്ക് വിധേയപ്പെടുത്തിയിട്ടാണ് വധിക്കുക. ഇങ്ങനെ ഓരോ മക്കളെയും ഇതുപോലെ വധിക്കുമ്പോഴും ഓരോരുത്തർക്കും ആത്മീയ ശക്തി പകർന്നു കൊടുക്കുന്ന ഒരു അമ്മയുടെ ചിത്രം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തവനെ അവൻ്റെ നാവും കൈകളും കാലുകളും അരിഞ്ഞു കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും ക്രൂരമായിട്ടുള്ള പീഡനം, അവർക്കത് വിനോദമാണ്. അങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്ന രംഗമാണ്. 2-ാമൻ 3-ാമൻ അങ്ങനെ 7-ാമൻ വരെയും ഇതുപോലെയുള്ള പീഡനങ്ങൾ ഏറ്റ് മരിക്കുകയാണ്. അതിൽ 3-ാമനായവൻ്റെ ശിരസിലെ തലമുടി അടക്കം തൊലി ഉരിഞ്ഞെടുക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ വന്നിട്ടും വിശ്വാസം ത്യജിക്കാതെ, ദൈവത്തിനെതിരെ ഒരു വാക്ക് പോലും പറയാതെ അത് സഹിക്കാൻ വേണ്ടി തയ്യാറായ 7 മക്കളെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, എന്തേ ഇങ്ങനെ വിശ്വാസം ജീവിക്കാൻ വേണ്ടിയിട്ട്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് നിന്നതിൻ്റെ പേരിൽ, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ, സത്യത്തെ അവഗണിക്കാതിരുന്നതിൻ്റെ പേരിൽ എന്തുകൊണ്ട് ഇങ്ങനെ വലിയ പീഡനം ഏൽക്കേണ്ടി വന്നു? ഈ ദൈവം എവിടെ? എന്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദൈവം എന്നൊക്കെ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്ന സന്ദർഭങ്ങളാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആദ്യ അധ്യായങ്ങൾ, മത്തായിയുടെ സുവിശേഷം ആദ്യ അധ്യായങ്ങൾ നമ്മൾ കാണും. 2-ാമത്തെ അധ്യായത്തിലെ ഒരു ഉദാഹരണം ഇതാണ്. യോസേപ്പ് പിതാവ് ഈശോയുമായിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തെക്കുറിച്ച് അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. 14 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നതാണ്. അതായത് ഹേറോദേസ് ശിശുക്കളെ വധിക്കാൻ വേണ്ടി, 2 അതിൽ താഴെയുള്ള പ്രായമായ ശിശുക്കളെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സന്ദർഭത്തിൽ സ്വപ്നത്തിൽ യൗസേപ്പിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ഈജിപ്തിലേക്ക് പോകാൻ. എന്തേ? ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായിട്ട് ജനിച്ചിട്ടും ഈശോയ്ക്ക് യൗസേപ്പ് പിതാവിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. ദൈവപുത്രനാണ്, എന്തേ അവിടെ ജീവിക്കാൻ, ജനിച്ചെടുത്ത് ജീവിക്കാൻ എന്തേ സാധിക്കാതെ പോയത്? ഈ ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. വീണ്ടും നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള മറ്റൊരു ഉദാഹരണമുണ്ട്. 3 ജ്ഞാനികൾ പൗരസ്ത്യ ദേശത്തു നിന്നും വന്ന് ഈശോയെ പുൽത്തൊഴുത്തിൽ വന്ന് കാണുന്നുണ്ട്. എന്നിട്ടോ കർത്താവിനെ കാണാൻ വേണ്ടി വന്നവരാണ് 3 ദേശത്തു നിന്നും. ഒരുപക്ഷെ അനേക ദിവസങ്ങൾ തന്നെ താണ്ടിയിട്ടാവും അവിടെ എത്തിയത്. അപ്പോൾ കഷ്ടപ്പെട്ട് കർത്താവിനെ കാണാൻ വേണ്ടി വന്നവരുടെ വഴിമാറ്റി വിട്ടു. അവർക്ക് വന്ന വഴി പോകാൻ പോലും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ദുഃഖം നിറഞ്ഞൊരവസ്ഥയാണ്. വന്ന വഴി പോലും വിട്ട് മാറിപ്പോകേണ്ടി വന്നു. അപ്പോൾ ഇതൊരു മറ്റൊരു ഉദാഹരണം ഇതാണ് നമ്മൾ കാണുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ, കർത്താവിൻ്റെ ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാ പ്രവാചകൻ. ഈ ഏലിയാ പ്രവാചകന് അധികാരികളെ ഭയന്ന് മറ്റ് 2 ദേശങ്ങളിൽ പോയി താമസിക്കേണ്ടി വന്ന 2 സന്ദർഭങ്ങളുണ്ട്. ഒരു പ്രാവശ്യം അവിടുന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്നും വിട്ട് കെറീത്ത് അരുവിക്ക് സമീപം പോയി താമസിക്കാനായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നുണ്ട്. വീണ്ടും അവിടെ സ്വസ്ഥമായിട്ടൊന്ന് എല്ലാം കെട്ടിപ്പെറുക്കി വന്നതേ ഉള്ളൂ. ഉടനെ അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് സറേഫാത്തിലൊരു വിധവയുടെ പക്കലേക്ക് പോയി താമസിക്കാനായിട്ട് അടുത്ത അരുളപ്പാടുണ്ടാകുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. എന്തുകൊണ്ട്? കർത്താവിന് വേണ്ടി പ്രവചിക്കുകയും കർത്താവിൻ്റെ ഹൃദയവും കർത്താവിൻ്റെ മനസ്സുമെല്ലാം ജനത്തിന് പറഞ്ഞും പകർന്നും കൊടുക്കുകയും ചെയ്ത ഈ പ്രവാചകന് പോലും ഇങ്ങനെയുള്ള അനുഭവം, ഒരു ദേശത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി ഇനി അവിടുന്ന് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? കർത്താവിന് വേണ്ടി നിലകൊണ്ടിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ മറ്റൊരു ഉദാഹരണം കൂടി കാണും. 12-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹാം 1 മുതലുള്ള തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണും, അബ്രാഹാം സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും സ്വസ്ഥമാണ്, ഭദ്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, ഇവിടുന്ന് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകണം, എല്ലാം വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകണം. വീണ്ടും മകനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവം അരുളി ചെയ്യുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. സ്വന്തമെന്ന് കരുതി വാർദ്ധക്യത്തിൽ കിട്ടിയ ഒരു പുത്രനാണ്, അവനെ പോലും ബലിയർപ്പിക്കണമെന്ന് പറയുമ്പോൾ എന്തൊരു അവസ്ഥയാണ്! തന്നവൻ തന്നെ തിരിച്ചെടുക്കുന്ന അവസ്ഥ. അപ്പോൾ അത് എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റും? അപ്പോൾ അതൊരു വേദനിക്കുന്ന അനുഭവമാണ്. അതിൻ്റെയൊക്കെ മുമ്പിൽ വിധേയപ്പെട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിച്ച അബ്രാഹത്തിൻ്റെ 2 ചിത്രങ്ങൾ അവിടെ നമ്മൾ കാണും. പ്രിയമുള്ളവരെ,
അച്ഛൻ പറഞ്ഞു വന്ന ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ് ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യൻ്റെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ എന്നുള്ളതാണ്. മനുഷ്യനൊന്ന് വിഭാവനം ചെയ്യും, ദൈവം മറ്റൊന്ന് കാണും. മനുഷ്യൻ ഈ വശത്തൂടെ പോകാൻ വേണ്ടി നോക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ആ വഴിയിൽ പോകണം എന്നുള്ളതായിരിക്കും. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ വഴിമാറി സഞ്ചരിക്കേണ്ടി വരും, ചിലപ്പോൾ നിൽക്കുന്നിടത്തൊന്നും മാറ്റിയെന്ന് വരും, ചിലപ്പോൾ സുഖാനുഭവം എന്ന് വിചാരിക്കുന്നിടത്ത് എനിക്ക് ദുരിതാനുഭവം ദുഃഖാനുഭവം ഒരു പക്ഷേ ഞാൻ സ്വീകരിക്കേണ്ടി എന്ന് വന്നേക്കാം. ഇത് കർത്താവിൻ്റെ വഴിയാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണമെങ്കിൽ അതുപോലൊരു ആത്മീയ അടിത്തറ നമ്മൾ ജീവിതത്തിൽ പാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ഇപ്പോഴും അനുസ്മരിച്ച് ഇരിക്കേണ്ട ഒരു കാര്യവും യാഥാർത്ഥ്യവുമാണ്. പ്രിയമുള്ളവരെ, ഈശോ പലതും ഇങ്ങനെയുള്ള മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങൾ പലതും ഈശോയെ സ്നേഹിച്ചു, ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ടു, ഈശോയ്ക്ക് വേണ്ടി വിശ്വാസം സ്വീകരിച്ചു, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, വിശ്വാസത്തിൽ വളരുന്നു എന്ന് കരുതി ജീവിതത്തിൽ വരുന്ന ഇങ്ങനെയുള്ള കുറേ ദുരനുഭവങ്ങളും ദുഃഖങ്ങളും ചില ബാധ്യതകളും ഒക്കെ ദൈവം എടുത്തു മാറ്റണമേ എന്ന് നിർബന്ധമേ ഇല്ല. പലതും ജീവിതത്തിൽ ഞാൻ അങ്ങുവരെ സൂക്ഷിക്കേണ്ടതാണ്. ചില ബാധ്യതകൾ, ചില സങ്കടങ്ങൾ, ചില രോഗങ്ങൾ, ചില സഹനങ്ങൾ പലതും ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്തത് പോലുമാകും. പക്ഷേ ഇതിലൂടെ ഞാൻ പോകണമെന്നുള്ളത് കർത്താവിൻ്റെ ഹിതമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണമെങ്കിൽ നമ്മൾ അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ആത്മീയ അടിത്തറ നമ്മുടെ ജീവിതത്തിൽ പാകേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് കർത്താവ് മാറ്റിത്തരും, പക്ഷേ ചിലത് മാറ്റിത്തരില്ല. അതിലൂടെ നമ്മൾ കടന്നു പോകണം. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഇതേ അനുഭവത്തിൽ ജീവിക്കുന്ന മറ്റൊരുവൻ്റെ ആ അനുഭവവും അവൻ്റെ വേദനയും എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എത്ര തീഷ്ണതയോടെ പ്രാർത്ഥിച്ചാലും, എത്ര വിശുദ്ധിയിൽ ജീവിച്ചാലും, എത്ര വിശ്വാസത്തിൽ നിലനിന്നാലും ചിലതൊക്കെ കർത്താവ് ഒരിക്കലും എടുത്തു നീക്കില്ല. അത് ചിലതൊക്കെ ഞാൻ ജീവിതത്തിൽ സൂക്ഷിച്ചു കൊണ്ട് പോകേണ്ടതാണ്. അതിൻ്റെ മറ്റൊരർത്ഥം ഇതാണ്: കർത്താവിനെ നിരന്തരം വിളിക്കണമെങ്കിലും കർത്താവിനോട് ബന്ധം സൂക്ഷിക്കണമെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് മറ്റൊരു വശമാണ്. അല്ലെങ്കിൽ പലപ്പോഴും ദൈവമേ എന്ന് വിളിക്കുന്ന കാര്യം പോലും ഞാൻ മറക്കുമെന്നൊരു വശം അതിൻ്റെ പിന്നിലുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പലതും മാറ്റണമെന്നില്ല, പല മേഖലകളിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്നില്ല. പക്ഷേ പലയിടത്തും അതിനെ അതിജീവിക്കാനുള്ള കൃപ കർത്താവ് തരും. അതാണ് നമ്മൾ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതിനെയും ഇതുപോലെയുള്ള പല സന്ദർഭങ്ങൾ, പല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള കൃപ കർത്താവ് തരും എന്നുള്ള ഇതിലേക്കാണ് നമ്മൾ വളരേണ്ടത്. നമ്മുടെ ആത്മീയത അവിടം വരെ എത്തണം, അവിടേക്ക് എത്തണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കൃപ സ്വീകരിക്കാനായിട്ട് ഞാൻ എപ്പോഴും തയ്യാറുള്ള വ്യക്തിയാവുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ജോസഫിൻ്റെ സഹനത്തെക്കുറിച്ച് അച്ഛൻ പങ്കുവച്ചു. ജോസഫിൻ്റെ സഹനം ഈജിപ്തിനെ പിന്നെ സമ്പന്നമാക്കി. ഈജിപ്തിനെ സമ്പന്നമാക്കിയത് ജോസഫിൻ്റെ അതുപോലെയുള്ള സഹനമായിരുന്നു. നമുക്കറിയാം, ഒരു നീണ്ട ചരിത്രമാണ് ജോസഫിൻ്റെ സഹനത്തിൻ്റെ പിന്നിലുള്ളത്. അതായത് സഹോദരന്മാരെ വെറുക്കപ്പെട്ടു, അസൂയ മൂലം കുഴിയിലിടപ്പെട്ടു, അവിടെ മുതൽ ഇങ്ങനെ തുടങ്ങണം. ഒരു നീണ്ട നിരയുണ്ട് സഹനത്തിൻ്റെതായ. ഈ സഹനങ്ങളെല്ലാം ജോസഫ് ഏറ്റെടുക്കേണ്ടി വന്നത് മൂലം, അല്ലെങ്കിൽ ഏറ്റെടുത്തത് മൂലം സംഭവിച്ചത് എന്താണ്? ഈജിപ്തിനെ സമ്പന്നമാക്കി. കാരണം തൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും ക്ഷാമകാലത്ത് ആശ്രയിക്കാനായിട്ടിടയായത് ആരെയാ? ഈ ജോസഫിനെ തന്നെയാണ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായ ജോസഫിൻ്റെ പക്കലേക്ക് അവരെല്ലാവരും എത്തേണ്ടി വന്നു. കണ്ടോ? അതുകൊണ്ട് ഈജിപ്തിനെ സമ്പന്നമാക്കിയെന്ന് മാത്രമല്ല, ഇസ്രായേലിനെയും രക്ഷിക്കാനായിട്ട്, ക്ഷാമകാലത്ത് രക്ഷിക്കാനായിട്ട് ഈ ജോസഫിൻ്റെ സഹനം സാധിച്ചു എന്നൊരു പ്രധാനപ്പെട്ട വശമുണ്ട്. ഇനി ജോസഫിൻ്റെ സഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആ കുടുംബത്തിന് സുരക്ഷിതത്വം കൊടുത്തു. ജോസഫിൻ്റെ സഹനം ഈജിപ്തിനെ സമ്പന്നമാക്കി, അവൻ്റെ കുടുംബത്തിന് സുരക്ഷയൊരുക്കി. അതുപോലെ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണും. ജോബ് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ജോബിൻ്റെ സഹനങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കാണുന്നു. ഒരുപാട് ആടുമാടുകളെല്ലാം നഷ്ടപ്പെട്ടു, മക്കളെല്ലാം പോകുന്നു, സേവകന്മാർ പോകുന്നു, ദാസർ പോകുന്നു, എല്ലാവരും നശിക്കുന്നു, എല്ലാവരും വന്നാൽ മരിക്കുന്നു, കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്നു, ചിലരെ തട്ടിക്കൊണ്ടു പോകുന്നു, ചിലരെ കൊല്ലുന്നു, ചിലർ ദഹിപ്പിച്ചു കളയപ്പെടുന്നു. ഇങ്ങനെയെല്ലാം നാശം ഉണ്ടായിട്ടും അവസാനം തൻ്റെ ശരീരം പോലും വ്രണം ബാധിച്ച് അഴുകി നശിക്കുമ്പോൾ സ്വന്തം ഭാര്യ പറഞ്ഞു, ഒന്നാമത്തെ അധ്യായത്തിലാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ഭാര്യ പറയുന്നുണ്ട്, ദൈവത്തെ പോയി ശപിച്ചിട്ട് മരിക്കും മനുഷ്യനെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും വിശ്വാസത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ നിൽക്കുന്ന ജോബിൻ്റെ ചിത്രമുണ്ട്. അവസാനം ഈ ജോബിൻ്റെ സഹനത്തെ അഭിമുഖീകരിക്കാനായിട്ട് ഇന്നും അനേകർക്ക് പ്രചോദനം നൽകുന്നുണ്ട്.
അന്നത്തെ ജോബിൻ്റെ സഹനം ഇന്നും സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് അനേകർക്ക് പ്രചോദനം നൽകുന്ന കാര്യമാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതുപോലെ അപ്പസ്തോലന്മാരെ ഏറ്റെടുക്കേണ്ടി വന്ന സഹനത്തെക്കുറിച്ച് ലേഖന ഭാഗത്ത് നമ്മൾ ഉടനീളം ഉദാഹരണങ്ങളുണ്ട്. അപ്പസ്തോലന്മാർ ഏറ്റെടുക്കേണ്ടി വന്ന സഹനം മൂലമാണ് പ്രിയമുള്ളവരെ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഈ സഭ എന്നുള്ളത്. അപ്പസ്തോലന്മാർ അന്ന് ഏറ്റെടുത്ത സഹനത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മുടെയൊക്കെ സഭ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം. ഞാൻ ഇന്ന് വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാണ്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് അപ്പസ്തോലന്മാരുടെ സഹനം ഇന്നും സഭയും സഭാംഗങ്ങളായി നമ്മൾ ഓരോരുത്തരും നിലനിൽക്കാനായിട്ട് ഇടയാക്കുന്നു എന്നുള്ളത് മറ്റൊരു വശമാണ്. കുടുംബനാഥൻ്റെ സഹനം, കുടുംബനാഥയുടെ സഹനം മക്കളുടെ ജീവിതത്തെ ബലവത്താക്കുന്നുണ്ട്. കുടുംബനാഥൻ്റെയും അല്ലെ അപ്പൻ്റെയും അമ്മയുടെയും സഹനം മക്കളുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പിന്നിൽ ആരുടെയും എങ്കിലും ഉയർച്ച നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, അതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ സഹനമുണ്ട് എന്നുള്ള കാര്യമാണ്. ഞാനിന്ന് സ്വസ്ഥമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ സഹന ജീവിതം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മളിതൊന്നും തിരിച്ചറിയില്ല എന്നുള്ളതാണ്, അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ സ്വസ്ഥ ജീവിതത്തിൻ്റെ, സുഖജീവിതത്തിൻ്റെ, സൗഖ്യ ജീവിതത്തിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ പിന്നാമ്പുറത്ത് ആരുടെയൊക്കെയോ നിശബ്ദ സഹനങ്ങളുണ്ട്. തിരിച്ചറിയണം പ്രിയമുള്ളവരെ, തിരിച്ചറിയണം. നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾക്ക് മധുരിക്കും. ഈ മധുരിക്കുന്ന അനുഭവത്തിലാണ് നമ്മൾ പലപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിലൊരു കയ്പനുഭവമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതിനു മുമ്പ്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ തിരുവചനത്തിലൂടെ ഇന്ന് ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വലിയ കാര്യം. അപ്പോൾ സഹനങ്ങൾ, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, നൊമ്പരങ്ങൾ, അസ്വസ്ഥതകൾ, ബാധ്യതകൾ ഇതൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള കൃപ മറുവശത്ത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അതിനു വേണ്ടിയിട്ട് ആ കൃപ തിരിച്ചറിയാനായിട്ട് നമ്മൾ യാചിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൃപയിലായാൽ കൃപ നമ്മളെ നടത്തും. അതാണ് യോസേപ്പിന് ജ്ഞാനികൾക്ക് സാധിച്ചത്. വഴി മാറി സഞ്ചരിച്ചു. കൃപ കിട്ടിയവനൊക്കെ വഴി മാറി സഞ്ചരിക്കും. അത് മറ്റുള്ളത് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും, അംഗീകരിക്കാൻ പറ്റും, ഏറ്റെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള വലിയ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.